ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് ഇവിടെ സൈഡിൽ കാണുന്ന ഈ ചെടി അത് പരിചയപ്പെടുത്തുക മാത്രമാണ് ഉദ്ദേശം കേട്ടോ. ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറയുന്ന നമ്മളുടെ ഫൈക്കസ് ആൽവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. നല്ല രീതിയിൽ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ചെടിയാണ്. അപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന ചെടികളെ പറ്റിയുള്ള സീരീസ് ആയിട്ട് കുറേ ആളുകൾ പറഞ്ഞു ഇൻഡോർ ചെടികളെക്കുറിച്ചുള്ള കുറച്ചൊരു കെയർ ടിപ്സും കാര്യങ്ങളും പറയണം എന്നതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നൊരു പ്ലാന്റാണ് ഫിഡിൽ ലീഫ് ഫിഗ്. ഇത് നമുക്ക് ഇൻഡോർ പോട്ട് ഡബിൾ പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് പോട്ടും പുറത്ത് ബ്ലൂ അതേപോലെ വൈറ്റ് ഷെയ്ഡുള്ള പോട്ടുകളുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇന്നർ പോട്ടിൽ നമ്മൾ ചെടി നിറയ്ക്കുന്നു, ആ പോട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ങനെ ഈ ഫിഡിൽ ലീഫ് ഫിഗ് ഇതിലിപ്പോൾ ചില ഭാഗത്തൊക്കെ ഇല കരിഞ്ഞ പോലെ ചെറിയൊരു ഡോട്ട് കാണും. അത് വളത്തിൻ്റെയൊക്കെ പോരായ്മ. നമ്മളിങ്ങനെ ചെടി സെറ്റ് ചെയ്ത് വെച്ചാൽ മറ്റു ചെടികളെ പോലെ ഇടയ്ക്കിടയ്ക്ക് വളമിട്ട് കൊടുക്കുക, നനയ്ക്കൊന്നും ആവശ്യമില്ല. അതായത് നമ്മൾ പോട്ട് ചെയ്യണ സമയത്ത് ചെടി ഇതിൽ സെറ്റ് ചെയ്യണ സമയത്ത് ഒരു ചെറിയ തോതിൽ എല്ലുപൊടിയും വേപ്പ മണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും ഇട്ടു. അത് കഴിഞ്ഞ് മണ്ണോടുകൂടി ഇതിലുള്ള മണ്ണൊന്നും ഞാൻ പൊളിച്ചു കളയുന്നില്ല. പല ആളുകളും ചെയ്തില്ല, മണ്ണ് കളഞ്ഞിട്ട് ഇതിൽ അണുബാധ ഉണ്ട്, ഫംഗസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് കളയും. നമ്മൾ അതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് ഒരു ഫംഗസിൻ്റെ മരുന്ന് ഏതെങ്കിലും ഒഴിക്കാം, കലക്കി ഒഴിക്കാൻ സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം അല്ലെങ്കിൽ ചട്ടിയിലേക്ക് പോട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒരു 3 ദിവസം അടുപ്പിച്ച് ഇത് അകത്താണ് വെക്കുന്നത്. മിക്ക ആളുകൾ ഇത് സ്റ്റെയർകേസിൻ്റെ ലാൻഡിങ് പോയിന്റിൽ അതേപോലെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കും. അപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുക അല്ലെങ്കിൽ സ്റ്റെയർകേസിൻ്റെ ഇടയിലൊക്കെ വെക്കുമ്പോൾ സ്റ്റെയർകേസിൻ്റെ എൻഡിലൊന്ന് വെളിച്ചം കുറവുള്ള സ്ഥലത്താണെങ്കിലും ഇതൊരു ഗ്രീനിഷ് കളറിൽ നിൽക്കുകയാണെങ്കിൽ ഇത് ഒന്ന് ഷൈ ആവും, കാരണം ഡയറക്റ്റ് വെളിച്ചം കിട്ടില്ല. അപ്പോൾ ഇൻഡോറിൽ ഇത്തരം ചെടികൾ വെക്കുകയാണെങ്കിൽ അത് ഏത് ഇൻഡോർ പ്ലാന്റുകൾ വെക്കുകയാണെങ്കിലും ഇതിനോടടുത്ത സ്ഥലങ്ങളിൽ ഒരു ഫ്ലോറസെൻ്റ് ലൈറ്റ് അല്ലെങ്കിൽ സാധാരണ ഇൻകാൻഡസെൻ്റ് ലാമ്പ് ലൈറ്റ് നിങ്ങൾ വെച്ച് കൊടുക്കുക. വെളിച്ചം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ, വെളിച്ചം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചെയ്യാവുന്ന അതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ചെയ്യാവുന്ന മെത്തേഡ്, ഇതിപ്പോൾ 2 പ്ലാന്റ് ഉണ്ട്. നമ്മൾ അകത്ത് ഒരു പ്ലാന്റ് വെക്കുക. ഒരു പ്ലാന്റ് 3 ദിവസം അകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് 1 ദിവസം പുറത്ത് വെക്കുക. പുറത്ത് പറഞ്ഞാൽ ഹെവി സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കരുത്, വെളിച്ചം കിട്ടുന്ന എന്നാൽ ഇരുട്ടല്ലാത്തൊരു സ്ഥലത്ത് പുറത്തേക്ക് കാറ്റും വെളിച്ചമൊക്കെ തട്ടുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം അപ്പോൾ ആ ദിവസം പുറത്തിരിക്കുന്ന ചെടിയെടുത്ത് അകത്തേക്ക് വെച്ചാൽ മതി. ഇതിനെല്ലാം നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള പരിചരണം ആവശ്യമാണ്. ഇൻഡോർ ചെടിയാണ്, വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി, വളർത്താൽ മതി എന്നല്ല, കൃത്യമായ രീതിയിൽ വെള്ളം ഒഴിക്കണം. ഒരു തവണ വെള്ളം ഒഴിച്ചാൽ 3 ദിവസത്തേക്ക് ആ വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാവും. പല പോട്ടുകളും വെള്ളം സംഭരിക്കുന്ന പോട്ടുകൾ ഉള്ളത് കൊണ്ട് വെള്ളം കുറച്ച് എക്സസ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലും ഡബിൾ പോട്ട് വെച്ച് എന്താ വെച്ചാൽ ആദ്യത്തെ പോട്ടിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് എക്സസ് ഉണ്ടെങ്കിൽ അടിയിൽ കുറച്ച് കെട്ടി നിൽക്കും. എന്നാൽ കൊതുകിൻ്റെ ശല്യം അതൊന്നും വരില്ല കേട്ടോ, കാരണം അത് ഇന്നർ പോട്ട് നല്ല ടൈറ്റായിരിക്കുകയാണ്, യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ നിങ്ങളുടെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഫിഡിൽ ലീഫ് ഫിഗ്. കാരണം അതൊരു പ്ലാസ്റ്റിക് ഫീലിംഗ് തരും, ഭയങ്കര കട്ടിയുള്ള ഇലയാണ്, പെട്ടെന്നൊന്നും കേടുവരില്ല, വളർച്ചയും സ്ലോയിലായിരിക്കും. പിന്നെ ഇതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മാസത്തിൽ 1 തവണയെങ്കിലും മൈക്രോ ന്യൂട്രിയൻ മിക്സ് 30-10-10, കാരണം ഇത് പൂടേണ്ട ചെടിയല്ല കേട്ടോ, 30-10-10 എന്ന് പറയുന്ന കോമ്പിനേഷനിലെ മൈക്രോ ഫുഡ് NPK സാധനം ഒരു 1/4 സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നിങ്ങളുടെ എല്ലാ ചെടിക്കും ഒഴിക്കുന്നതിൻ്റെ ഒപ്പം ഇൻഡോറിൽ ഇരിക്കുന്ന ചെടി പുറത്ത് കൊണ്ടുവച്ചിട്ട് അന്നൊന്ന് സ്പ്രേ ചെയ്യുക. ആ ദിവസം ചെടി പുറത്തിരുന്നോട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് ഉള്ളിലേക്ക് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ ഇൻഡോർ ചെടികളുടെ ഒരു കെയർ ടിപ്സിൽ ഈ കാര്യം പറഞ്ഞു. ഫിഡിൽ ലീഫ് ഫിഗ് ആണ്, അകത്തളങ്ങളെ മനോഹരമാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചെടി ഇങ്ങനത്തെ പോട്ടോട് കൂടി ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളുടെ മെയിൻ ഒരു ആക്ടിവിറ്റിയാണ് ഇങ്ങനെ ഗാർഡൻ സെറ്റിങ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തും ചെടി കൊടുക്കുന്നുണ്ട്. അത് ചെടിയുടെ വില പ്ലസ് ചട്ടി, അതിൻ്റെ സെറ്റിങ്ങും ചാർജ്. പിന്നെ നിങ്ങൾ ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫീസുകളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഹൗസ് വാമിംഗ് സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ട ഏതെങ്കിലും സമയം വരികയാണെങ്കിലോ നമ്മളെ സമീപിച്ചോളൂ. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചട്ടി അതേപോലെ ചെടി സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.